ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളി വീഡിയോ ആണ്. നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. ചക്കയും മാങ്ങയും എല്ലാം കൂടി ഉള്ളൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം ഇനി നമ്മൾക്ക് ഒന്നോ രണ്ടോ മാസമൊന്നും നമുക്കൊരിക്കലും കിട്ടാത്ത വിഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചക്കയും മാങ്ങയും 3 ദിവസം എന്നൊക്കെ പറയല്ലേ, അതുപോലെ തന്നെ സംഭവങ്ങൾ. അപ്പോൾ ഇന്ന് പഴുത്ത മാങ്ങ വെച്ചിട്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കുരുവും ചുളയും എല്ലാം എടുത്തിട്ടില്ല. അടിപൊളി ഒരു ഊണിനിലെ ഒരുക്കത്തിലാണ്. പഴയ കാലത്ത് നമ്മളെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന അതേ രുചിയോടുകൂടെ തന്നെ നമുക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കേരളത്തിലെ അത്രയും രുചിയോടുകൂടിയുള്ള വിഭവം തന്നെ പറയാം. മാമ്പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ചെമ്മീനാണ്, ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി വൃത്തിയാക്കണം. അതുപോലെ നമ്മൾ ചക്കയുടെ കുരു അതിൻ്റെ ചുവപ്പ് തൊലിയൊന്നും കളയാതെ തന്നെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ചെമ്മീൻ ചെറുതായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ലൊരു മണവും രുചിയും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മളതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കാശ്മീരി മുളകും ഇട്ട് കൊടുത്ത് നല്ല കളറും മണവും രുചിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. പഴുത്ത് നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ പോണ മാങ്ങകളാണ്. അപ്പോൾ കോമാങ്ങയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 തരം മാങ്ങ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചെമ്മീനും വറ്റൽമുളകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു മൺചട്ടി എടുത്ത് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മധുരവും പുളിയും നല്ല ടേസ്റ്റോട് കൂടിയുള്ള കറിയായിരിക്കും കേട്ടോ. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ചക്കച്ചുള ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്ക പെട്ടെന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ മൺചട്ടി എടുത്ത് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ, നല്ല പുളിയും മധുരത്തോടുകൂടി തന്നെ നമുക്ക് കറി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പുളിയുള്ളതും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് അതും ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത ചെമ്മീനും വറ്റൽമുളകും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 തരം ചെമ്മീനുണ്ട്. ഇത് നാടൻ ചെമ്മീനാണ്. നമ്മളെ മാങ്ങ വെന്തും കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പഴുത്ത മാങ്ങയുടെ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചക്കക്കുരൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ നമ്മളിതിലേക്ക് മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചക്കക്കുരു മാങ്ങി നന്നായി വെന്ത് കിട്ടിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത പൊടി അതിലേക്ക് ഇട്ട് ഒന്നും കൂടി ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്നും കൂടി വേവിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെമ്മീനും മുളകും പൊടിച്ചെടുത്തതിൻ്റെ ജാറിലേക്ക് തന്നെ കുറച്ച് തേങ്ങയും മാങ്ങയും ഉപ്പും ചേർത്ത് ഒരു അടിപൊളി ചെമ്മീൻ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജാറിൽ ഇഷ്ടംപോലെ പൊടി കിടക്കുന്നുണ്ട്.
ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു തേങ്ങയുടെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയിലുള്ള നല്ല ടേസ്റ്റോട് കൂടിയ കറി ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ വറവിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുകും ഇട്ട് അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് തന്നെ ഒരു 2-3 വറ്റൽമുളക് കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വറവിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാണാനും രുചി അപാര രുചി തന്നെ പറയാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ശരിയാക്കുകയാണ്. വലിയ ജീരകവും കുരുമുളക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് അരച്ച് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയാം ഉണക്കമീനാണ്. അപ്പോൾ മാന്തൽ നല്ല കട്ടിയോടുള്ള മാന്തൽ അതും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റോട് കൂടിയ നാടൻ വിഭവങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.